ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മൾ ഇന്ന് രണ്ട് സ്കൂട്ടേഴ്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ സ്കൂട്ടേഴ്സിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ചാനൽസിൽ വളരെ കുറവ് സ്കൂട്ടർ റിവ്യൂസ് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പം ഏത് വീട് നോക്കിയാലും, വണ്ടികളുള്ള ഏത് വീട് നോക്കിയാലും, നമ്മുടെ ഒരു കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സ്കൂട്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ മാത്രമെങ്കിലും മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും. അതൊരു യൂട്ടിലിറ്റി വെഹിക്കിളായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗിയർലെസ് ടു വീലേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രാധാന്യം അതുമാത്രമുണ്ട്. കുറേ സ്കൂട്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള വെഹിക്കിളാണ് ഈ ഇരിക്കുന്നത് സുസുക്കി ആക്സസ് 125. സോ ആക്സസ് 125നെ പറ്റി പറയുകയാണെങ്കിൽ 2008 മുതലാണ് ആദ്യത്തെ ആക്സസ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. അതായത് പെർഫോമൻസ് സ്കൂട്ടർ എന്നൊക്കെ അന്ന് വിളിക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്ര പവർഫുൾ സ്കൂട്ടേഴ്സ് ആയിരുന്നു സുസുക്കിയുടെ ആക്സസ് 125 എന്നുള്ളത്. പ്രത്യേകിച്ച് 125cc അല്ലായിരുന്നു, അന്ന് 110cc അല്ലെങ്കിൽ 100cc ഒക്കെ ആയിരുന്നു കൂടുതൽ സ്കൂട്ടേഴ്സ് അന്നുണ്ടായിരുന്നത്. പക്ഷേ അന്ന് 125 കൊണ്ടുവന്നതുകൊണ്ട് ആ ഒരു പെർഫോമൻസിൻ്റെ കൈ കൊടുക്കുമ്പോഴേ ആ ഒരു കുതിപ്പും, നമ്മൾക്ക് അത്യാവശ്യം ലോങ് ഒക്കെ പോകണമെങ്കിലും വലിയ മടുപ്പില്ലാതെ പെർഫോമൻസ് തരുന്ന സ്കൂട്ടേഴ്സ് ആയിരുന്നു അത്. അതുപോരാതെ യൂട്ടിലിറ്റി കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസുകൾ, ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ള കാര്യത്തിലും ആക്സസ് 125 ബെറ്റർ ആയിട്ടിരുന്നു. അതിൻ്റെ വേറൊരു ജനറേഷൻ വന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ജനറേഷനാണ് ഈ ഇരിക്കുന്നത്. സോ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ലുക്സിൻ്റെ വ്യത്യാസത്തിലും കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഡേഷൻസിലുമാണ് പുതിയ ആക്സസ് 125 കൊണ്ടുവന്നത്. ഏതായാലും നമ്മുടെ പുതിയ ജനറേഷൻ ഇലക്ട്രിക് ജനറേഷനാണല്ലോ. സോ ആക്സസിൻ്റെ EV വഴിയെ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് അവർ പുതിയ ആക്സസിനെ ഒന്ന് പുതുക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യമേ ഫ്രണ്ടിലെ DRLസിൻ്റെ വ്യത്യാസങ്ങളും ഹെഡ്ലൈറ്റ്സിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓൾറെഡി ഉണ്ടായിരുന്ന മോഡലിനെക്കാട്ടി ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നീട് 4-way ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള മിറേഴ്സാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ക്രോം ആണെങ്കിലും ബാക്കിലൊരു ബ്ലാക്ക് ബോർഡേഴ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു സ്റ്റോറേജ് പോക്കറ്റ് ആയിരുന്നു, ഇപ്പോൾ 2 സ്റ്റോറേജ് പോക്കറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ സമയം 2 ഫോണും പല സാധനങ്ങളും ക്യാരി ചെയ്യാനായിട്ട് പറ്റും. മറ്റേ ഫോൺ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് തീർന്നു പോകുമെന്നുള്ള പ്രശ്നമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു USB ചാർജിങ് സോക്കറ്റും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ കവേഴ്സൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു ക്ലാമ്പും വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, സാധനങ്ങളൊക്കെ കയറാനുള്ള സ്പേസ് ഉണ്ട്. സൈഡിലുണ്ട് റിഫ്ലക്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിൽ നിന്ന് വരുന്നവർക്ക് വണ്ടി പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടെ കോമ്പാക്ട് ഡിസൈനിലാണ് പുതിയ ആക്സസ് 125ൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബൾക്കി ഡിസൈൻ മാറിയതുകൊണ്ട് തന്നെ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കുറച്ച് റെഡ്യൂസ് ചെയ്യാനും കുറച്ചുകൂടെ പെർഫോമൻസ് കൂട്ടാനും അതനുസരിച്ച് ഫ്യൂവൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അവരുടെ മെയിൻ എമിഷൻ നോംസിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിയുടെ സ്മൂത്ത്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡലാണ് ഈ ഇരിക്കുന്നത്. സോ ഡിസൈൻ വൈസ് നോക്കുമ്പം അധികം വ്യത്യാസങ്ങളല്ല, ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് പുതിയ ആക്സസിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് പെട്ടെന്ന് കാണില്ലെങ്കിലും അകത്ത് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് 22 ലിറ്റർ സ്പേസ് എന്നുള്ളത് 24 ലിറ്റർ സ്പേസിലോട്ടാക്കി. സോ ബൂട്ട് സ്പേസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഹെൽമെറ്റ്സ് ഒക്കെ ഓൾറെഡി വെക്കാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ സ്പേസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ ഹെൽമെറ്റ്സ് വേണം വെക്കാൻ സാധിക്കും. പിന്നീട് OBD2 ആണ് ഈ പുതിയ ആക്സസ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഡയഗ്നോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് ഈ സെമിയിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് റിയർ ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടായിരുന്നു എൻ്റെ ടാങ്കിൻ്റെ ലിഡൊക്കെ വന്നിരുന്നത്. അത് ഉള്ളിലാക്കി ഇൻറ്റഗ്രേറ്റഡ് ആക്കി. സോ അതിനൊരു ക്ലോസ് കവറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കില്ല, അതല്ല അത് ഓപ്പൺ ആക്കിയിട്ട് സുഖമായിട്ട് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ രീതിയിൽ ഫ്യൂൽ ടാങ്ക് വിസിബിൾ അല്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് മെയിൻലി വണ്ടിയുടെ ഡിസൈൻ വൈസ് വന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന മെയിൻ ഗുണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇറങ്ങിച്ചെന്ന് തുറന്നു കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇഗ്നീഷനിൽ നിന്ന് തന്നെ നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. സോ നമുക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്നാൽ മതി, ബാക്കിൽ നിന്ന് ഓപ്പൺ ആക്കി കാറിലൊക്കെ ഫ്യൂവൽ അടിക്കുന്ന പോലെ തന്നെ ഇതിൽ ഫ്യൂവൽ അടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻറ്റേർണലി വന്ന ചേഞ്ചസ് ആണ്. ക്യാം ഷാഫ്റ്റിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻലെറ്റ് വാൽവിൻ്റെ ഹൈറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. സോ വണ്ടിയുടെ പെർഫോമൻസിൽ അതനുസരിച്ച് കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 7 bhp എന്നുള്ളത് 7.2 bhpയിലോട്ട് ഇൻക്രീസ് ആയി. അതുപോലെ 5500 RPMൽ റവ് ചെയ്തുകൊണ്ടിരുന്നത് 5000 RPMൽ മാത്രമായിട്ട് ലിമിറ്റായി. സോ വണ്ടി കുറച്ചുകൂടെ റിഫൈൻഡായി, കുറച്ചുകൂടെ നോയ്സൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു. സോ 64 km/L ഫ്യൂൽ എഫിഷ്യൻസി പറഞ്ഞ വണ്ടി ഇപ്പം അതിലും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടിയുടെ കോമ്പാക്ട് സൈസ്, വണ്ടിയുടെ എയറോഡൈനാമിക്സ് ഒക്കെ കുറച്ചുകൂടെ മാറിയിട്ടുള്ളതിനാലും വെയിറ്റ് ഒക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളതിനാലും ആ ഒരു കാര്യത്തിൽ എന്തായാലും വ്യത്യാസം വരുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ സ്റ്റാർട്ടിങ് കുറച്ച് സ്മൂത്താക്കി. ഡയറക്റ്റ് സ്റ്റാർട്ടർ ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ഒരു സൗണ്ടില്ലേ, ആ സൗണ്ടൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവില്ല കേട്ടോ.
സോ വളരെ സ്മൂത്തായിട്ടാണ് വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ആവുന്നത്. സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇനിയും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സെറ്റപ്പ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ആഡ് ആയിട്ടുണ്ട്. സോ വെതർ കണ്ടീഷൻസ്, നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഡെസ്റ്റിനേഷനിലെ വെതർ നമുക്ക് നേരത്തെ അറിയാനായിട്ടുള്ള അലേർട്ട് നമുക്ക് ഇതിൽ ഇൻഫർടൈൻമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കി ഓൾറെഡി ഉണ്ടായിരുന്ന ബ്ലൂടൂത്ത് ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നീട് കലണ്ടർ റിമൈൻഡേഴ്സൊക്കെ ഇതിൽ മെൻഷൻ ആകും. അപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സ്വന്തം സ്കൂട്ടറിൽ കലണ്ടർ റിമൈൻഡറൊക്കെ ഡിസ്പ്ലേ ആയി കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സ്കൂട്ടറുടെ ഡെയിലി യൂസിനായിരിക്കുമല്ലോ കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫീച്ചർ ഹെൽപ്ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുള്ളാണ്. പലരും ഉള്ള ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. സോ ഇതൊക്കെ യൂസ് ചെയ്ത് ശീലിക്കാൻ വേണ്ടിയാണ് ബ്രാൻഡ്സ് ഓരോരോ ഫീച്ചേഴ്സായിട്ട് തരുന്നത്. അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടോപ്പ് വേരിയൻറ്റിന് ഫുള്ളി ഡിജിറ്റലും അതിൻ്റെ താഴോട്ടുള്ള വേരിയൻസിന് അനലോഗ് കമ്പൈൻഡ് ഡിജിറ്റലും ആണ് MID വന്നിരിക്കുന്നത്. ലൈറ്റിൻ്റെ പാസ് സ്വിച്ചസ് ഒക്കെ എന്താണ്ട് ഇങ്ങനെയാണ് വന്നിരുന്നത്. നമുക്ക് പാസ്സൊക്കെ അടിക്കാനായിട്ട് പറ്റും. അതുപോലെ സ്കൂട്ടറുകളിൽ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നൊരു ഫീച്ചറായിരുന്നു ഈ ഒരു കാര്യം, ബ്രേക്ക് ലോക്ക്. നമുക്ക് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മുടെ പണ്ടത്തെ ആക്ടിവാസിലൊക്കെ നമ്മൾ കണ്ട് പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും തിരിച്ചു വിട്ടു. വേറെ ഏതൊക്കെ വണ്ടികളിലൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. എന്തായാലും ഇതിൽ സുസുക്കി ആക്സസ് പുതിയത് വന്നപ്പം ഏതായാലും അത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചറും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതിന് 3 വേരിയൻസ് ആണ് അവൈലബിൾ. മൂന്നിൻ്റെയും ഓൺ റോഡ് പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,12,000 ആണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റിന് 1,18,000, തേർഡ് വേരിയൻറ്റ് 1,23,000 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ, അതാണ് ഈ വേരിയൻസിൻ്റെ വ്യത്യാസം എന്നുള്ളത്. സോ പല കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. സീറ്റിൻ്റെ കളേഴ്സിലും പല സീറ്റ് കളർ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. രണ്ട് സീറ്റ്സ് ആണ്. വേറൊരു മെറ്റാലിക് ബ്ലൂ ഒക്കെ, മറ്റേ നേവി ബ്ലൂ, ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് കളർ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മാറ്റ് ഫിനിഷ് ബ്ലൂ കളറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ പിന്നീട് നമ്മൾ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരും. സോ അതൊക്കെയാണ് നമുക്ക് പുതിയ Access 125 പറ്റി പറയാനുള്ളത്. സോ ഈ വണ്ടി ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പം പുതിയൊരു സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരെ ആക്സസിൻ്റെ യൂസേഴ്സിൻ്റെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൽ ഞാൻ അത്യാവശ്യം ഒരു 80 കിലോമീറ്റർ റൈഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ആക്സസിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാരണം പെർഫോമൻസ് ഉള്ളതുകൊണ്ട് വലിയ മടുപ്പില്ലാത്തൊരു സ്കൂട്ടറാണ് ആക്സസ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഒരു 2 വീലർ എടുക്കാൻ പറ്റുന്നവർക്ക് ആക്സസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പല സ്കൂട്ടേഴ്സിൻ്റെയും യൂസർ എക്സ്പീരിയൻസസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ സുസുക്കി പത്തനംതിട്ടയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പറും ഡീറ്റെയിൽ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയായിരുന്നു നമുക്ക് പുതിയ Access 125ൻ്റെ പുതിയ വന്ന ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ പറയാനുണ്ടായിരുന്നത്. അപ്പം ഒരു ഷോർട്ട് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ഗിയർലെസ് 2 വീലേഴ്സിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും ഗുഡ് ബൈ.